കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ ഒരു ട്രെയിനി ഡോക്ടർ ക്രൂരമായ പീഡനത്തിന് വിധേയമായി കൊല്ലപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭം തന്നെ ഉണ്ടായി. കൊല്ലപ്പെട്ട ആ ഡോക്ടറുടെ വീട്ടിൽ എത്തിയ മമതാ ബാനർജി അവിടെ വെച്ച് പറഞ്ഞത് പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമായിട്ടല്ല മുൻപോട്ട് പോകുന്നത്. ഈ ഞായറാഴ്ച വരെ താൻ അവർക്ക് സമയം നൽകുന്നു. ഞായറാഴ്ചക്കകം ഇത് കാര്യക്ഷമമായി മുൻപോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ താൻ CBI കേസ് ഏൽപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് സ്വാഭാവികമായി പല കോണിൽ നിന്ന് സംശയം ഉയർന്നിരുന്നു. കാരണം ഈ ഞായറാഴ്ച വരെ ഒരു സമയം കിട്ടുക, അതിനിടയിൽ പ്രക്ഷോഭങ്ങളെ തണുപ്പിക്കാനൊരു ശ്രമമാണ് മമത നടത്തുന്നത്. പക്ഷേ ഏതായാലും ഇന്നിപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത, കൊൽക്കത്ത ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു കൊൽക്കത്ത ഹൈക്കോടതി കേസ് CBIക്ക് കൈമാറിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. കോടതിയുടെ മുൻപിലേക്ക് ഈ രക്ഷകർത്താക്കളുടെ ഹർജി എത്തുകയായിരുന്നു. തങ്ങൾക്ക് പശ്ചിമബംഗാൾ പോലീസിന് വിശ്വാസമില്ല എന്നുള്ള ഹർജിയായിരുന്നു. ആ ഹർജി പരിഗണിച്ച് കോടതി കേസ് CBIക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മമതാ ബാനർജിയുടെ പ്ലാനിംഗ് പൊളിഞ്ഞു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇന്ന് ഡോക്ടർമാരടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ബംഗാളിൽ അലയടിച്ചത്. തുടർ ദിവസങ്ങളും പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറയുന്നു. ഏതായാലും കേസ് CBIക്ക് കൈമാറി ഞായറാഴ്ച വരെ കാത്തിരിക്കും എന്ന് പറഞ്ഞ മമതയ്ക്ക് അതൊരു വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഏതായാലും മമത മനസ്സിൽ കണ്ടപ്പോൾ കോടതി അത് മാനത്ത് കണ്ടു എന്ന് പറയുന്നത് പോലെയായി കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.